നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങും. ഇന്ന് മലയാളക്കരയ്ക്ക് കണ്ണീരിൻ്റെ ദിനമായിരുന്നു. ഇന്നലെ രാത്രി താനൂർ തൂവൽ തീരത്തെ വെള്ളം കവർന്നെടുത്തത് ഒന്നും രണ്ടുമല്ല, 22 ജീവനുകളാണ്. ഒരു കുടുംബത്തിൽ നിന്ന് നഷ്ടമായത് 11 പേരെ. ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ നാട്ടുകാരും നേതാക്കളും താനൂരിലേക്ക് ഒഴുകിയെത്തി. ഒരൽപ്പം മുമ്പ് ഗവർണറും എത്തി. രാത്രി 8:30 എത്തിയ അദ്ദേഹം 20 മിനിറ്റോളം ഇവിടെ ചിലവഴിച്ചു. ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ നാടിനൊപ്പം താനുമുണ്ടെന്നും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ഗവർണർ ന്യൂസ് 18 പറഞ്ഞു. I know how sad not only the families but this whole area, the village must be. So in such cases you can't do anything, but you can share the grief of those who have been struck by the tragedy, and you can pray that God give them strength and courage to bear this tremendous loss. ആരാണ് ബോട്ട് അപകടത്തിന് ഉത്തരവാദി എന്ന ചോദ്യം ബാക്കിയാകുമ്പോൾ ബോട്ടിൻ്റെ ഉടമ നാസർ പിടിയിലായ വാർത്തയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. കോഴിക്കോട് വെച്ചാണ് മലപ്പുറം SP-യുടെ പ്രത്യേക സംഘം നാസറിനെ പിടികൂടിയത്. 22 പേരുടെ ജീവനെടുത്ത താനൂരിലെ ബോട്ട് ദുരന്തമുണ്ടായി 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് ഈ ബോട്ടുടമയെ, ഈ കേസിലെ പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചു എന്നത് വലിയ ഒരു നേട്ടമായിട്ട് തന്നെയാണ് പോലീസ് കാണുന്നത്. കോഴിക്കോട് വെച്ചാണ് നാസറിനെ പോലീസ് പിടികൂടിയത്. ഇയാൾ വിദേശത്തേക്ക് കടന്നു കളയാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനുവേണ്ട മുന്നൊരുക്കങ്ങളും ഇയാൾ നടത്തിയിരുന്നു. പക്ഷേ പോലീസ് ഒരു മുഴം നീട്ടിയെറിഞ്ഞു എന്ന് പറയുന്ന പോലെ ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ കോയമ്പത്തൂർ, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ വഴി ഇയാൾ കടന്നു കളയാനുള്ള ശ്രമമുണ്ടെന്ന് മനസ്സിലാക്കി അവിടെയെല്ലാം നോട്ടീസ് നൽകുകയും അത്തരത്തിൽ ഒരു നീക്കം നടത്തുകയും ചെയ്തു. തുടർന്ന് ഇയാളുടെ സഹോദരനെ കൊച്ചിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതോടെ ഇയാളിലേക്കുള്ള വഴി പോലീസിന് വളരെ ക്ലിയർ ആവുന്ന ഒരു സാഹചര്യമായിരുന്നു. തുടർന്ന് ഏറെ വൈകാതെ തന്നെ കോഴിക്കോട് വെച്ച് നാസറിനെ മലപ്പുറം SP-യുടെ പ്രത്യേക സംഘം പിടികൂടുകയായിരുന്നു. നിലവിൽ ഇയാൾ കോഴിക്കോട് തന്നെയാണുള്ളത്. കേസ് നടക്കുന്ന താനൂരിലേക്കോ അനുബന്ധ സ്റ്റേഷനായ തിരൂരിലേക്കോ ഇയാളെ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ജനരോഷം ഭയന്ന് അല്ലെങ്കിൽ ജനരോഷം കാരണം ഇയാളെ ഈ മേഖലയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരികയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയായിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും മലപ്പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന നടപടികളെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള നാസറിന് ഈ ഒരു സംഭവം ഉണ്ടായി 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് പിടികൂടാൻ സാധിച്ചു എന്നത് പോലീസിനെ സംബന്ധിച്ച് ഈ ഒരു കേസിന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തിന് പുറമെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണവും അതിനുള്ള ടീമിനെയും മലപ്പുറം ജില്ലാ പോലീസിനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. താനൂർ DYSP VB ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഈ ഒരു കേസ് അന്വേഷിക്കുക. എന്നാണെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ ഒരു നാസറിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടി ഈ കേസിന്റെ കാര്യത്തിൽ വലിയ ഒരു നേട്ടമായിട്ട് തന്നെ വേണം കാണാൻ. നഷ്ടമായ ജീവനുകൾക്ക് ഒന്നും പകരമാകില്ല. എങ്കിലും പതിവ് പോലെ അന്വേഷണവും ധനസഹായവും പ്രഖ്യാപിച്ച് സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഉറ്റവരെ, നഷ്ടമായവരെ ആശ്വസിപ്പിക്കാൻ മുഖ്യമന്ത്രി താനൂരിലേക്ക് നേരിട്ടെത്തി. ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. സാങ്കേതിക വിദഗ്ധരും അന്വേഷണ കമ്മീഷന്റെ ഭാഗമാകും. പോലീസിന്റെ സ്പെഷ്യൽ ടീമും അന്വേഷണം നടത്തും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകാനും പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ നടന്നതാണ്. അത് ആ പരിശോധനകളുടെ ഭാഗമായി വെച്ച നിർദ്ദേശങ്ങൾ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മേലിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ കരുതൽ ഇപ്പോഴേ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാണുന്നത് ഞങ്ങളെല്ലാവരും യോജിച്ചെടുത്ത നിലപാട് ഒരു ജുഡീഷ്യൽ എൻക്വയറി ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ്. ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുമ്പോൾ അതിനകത്ത് വോട്ടുമായി ബന്ധപ്പെട്ട
സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ബോട്ട് യാത്രയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒട്ടേറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളടക്കം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം. അപ്പോൾ സാങ്കേതിക വിദഗ്ധരടക്കം ഉൾക്കൊള്ളുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് സ്വാഭാവികമായ പോലീസ് അന്വേഷണം നടത്തും. പക്ഷേ ഇവിടെ ഉണ്ടായ കാര്യത്തെക്കുറിച്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരിക്കും നടക്കുന്നത്. ഈ ദുരന്തം മരിച്ചവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും എത്തി. അപകടം മനുഷ്യനിർമ്മിത ദുരന്തം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഇന്നലെ വൈകിട്ടാണ് സംസ്ഥാനത്തെ നടുക്കിയ ബോട്ട് ദുരന്തം. 4 ഭാഗവും ചില്ലുകൊണ്ട് മൂടിയ ബോട്ട് വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. അവധിക്കാലമാണ്. ഞായറാഴ്ച ദിവസമായിരുന്നു. തൂവൽ തീരത്ത് സന്ദർശകർ നിരവധിയായിരുന്നു ഇന്നലെ. നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ ആളുകളെ കുത്തി നിറച്ച് ഇന്നലത്തെ ലാസ്റ്റ് സർവീസിനായി അറ്റ്ലാന്റിക് ബോട്ട് തീരത്തു നിന്നും പുറപ്പെട്ടു. പതിവ് പോലെ തീരത്തുള്ള പ്രദേശവാസികൾ ബോട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് വേവലാതിപ്പെട്ടു. കരയിൽ നിന്നും 300 മീറ്റർ പിന്നിട്ടപ്പോഴേക്കും ദുരന്തമുണ്ടായി. ബോട്ട് തലകീഴായി മറിഞ്ഞത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഇവര് ചെറിയ സാധനമായിട്ട് 50 ആളെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ഒരു സൈഡ് ഒക്കുത്തിയാണ് പോയത്. ഒക്കുത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറഞ്ഞു ചെരിഞ്ഞിട്ടാണ് പോയത്. ബാലൻസ് ഇല്ലാതെ ഒരു ഭാഗം ചെരിഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഇതേമാതിരി സാധാരണ ജനങ്ങളാണ്, ഓരിക്കും ചില എൻജോയ് ആണ്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കും. അപ്പൊ അതിന്റെ ആ ബാലൻസ് തെറ്റിയിട്ട് മറിഞ്ഞു പോയതാണ്. അധികം വൈകാതെ ദുരന്തം പുറം ലോകമറിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയത് നാട്ടുകാർ, പിന്നാലെ ഫയർഫോഴ്സും NDRF സംഘവും. വെളിച്ചക്കുറവ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായെങ്കിലും പരമാവധി പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള അശ്രാന്ത പരിശ്രമം. ബോട്ടിന്റെ വശങ്ങൾ വെട്ടിപ്പൊളിച്ച ആളുകളെ പുറത്തെത്തിക്കാനായിരുന്നു ശ്രമം. സമീപത്തെ വീടുകളുടെ മതിലുകൾ പൊളിച്ച് ആംബുലൻസുകൾ സ്ഥലത്തെത്തിച്ചു. അപകടത്തിൽപ്പെട്ടവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. രാത്രി വൈകിയും തെരച്ചിൽ നടന്നു. പുലർച്ചെ 1 മണിയോടെ ബോട്ട് കരക്കടിപ്പിച്ചു. മരണസംഖ്യ സംബന്ധിച്ച് രാവിലെ കണക്കുകൾ സ്ഥിരീകരിച്ചെങ്കിലും എത്ര പേർ ബോട്ടിൽ കയറി എന്നതിൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വ്യക്തതയുണ്ടായിട്ടില്ല. അസാധാരണ സാഹചര്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചു. വെളിച്ചക്കുറവും പുഴയിലെ ഒഴുക്കുമെല്ലാം ഇതിൽ പെടുന്നു. അപകടം നടന്ന് ഇത്രയും മണിക്കൂർ പിന്നിടുമ്പോഴും അപകടത്തിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ടെന്ന് ഇപ്പോഴും പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പരപ്പനങ്ങാടി കുന്നുമ്മൽ കുടുംബത്തിലെ 11 പേരാണ് ബോട്ട് അപകടത്തിൽ മരിച്ചത്. വിവാഹ ചടങ്ങിന്റെ ഭാഗമാകാൻ കുടുംബ വീട്ടിൽ ഒത്തുചേർന്നവർ കുട്ടികളുടെ നിർബന്ധപ്രകാരമാണ് തൂവൽ തീരത്തേക്ക് പോയത്. നിറ കണ്ണുകളോടെയാണ് ഈ നാട് പ്രിയപ്പെട്ടവരെ യാത്രയാക്കിയത്. എല്ലാം പോയി. എൻ്റെ കുട്ടികൾ 5 മണിക്ക് ഇവിടുന്ന് പോയതാണ്. അവരോടി അയക്കൂല, എൻ്റെ ആൺകുട്ടികളോടി അയക്കൂല. പൂതി പറഞ്ഞു എൻ്റെ കുട്ടികളെ അയച്ചതാണ് 5 മണി. ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളിപ്പം വരുമെന്നും പറഞ്ഞു അവര് പോയതാണ് മോളെ. പിന്നെ കേൾക്കുന്നത് ആംബുലൻസിൽ കൊണ്ടോണ്ട ഞാൻ കേട്ട്. ഞാനൊന്നും അറിയൂല. അലമുറയിടുന്ന ഈ അമ്മമാരുടെ കണ്ണുനീരിന് മുമ്പിൽ നിസ്സഹായരായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. താനൂർ ബോട്ടപകടം കുന്നുമ്മൽ കുടുംബത്തിന് നൽകിയ നഷ്ടം വാക്കുകൾക്ക് അതീതം.
വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങവേ താനൂർ കുന്നുമ്മൽ സൈതലവിയുടെ കുടുംബ വീട്ടിൽ ഒത്തുചേർന്നതായിരുന്നു ഇവർ. സൈതലവി കുട്ടികളുടെ നിർബന്ധപ്രകാരം അവരെ തൂവൽ തീരത്തേക്ക് കൊണ്ടുപോയി. വീട്ടിൽ തിരിച്ചെത്തിയ സൈതലവി ഭാര്യയെ ഫോൺ ചെയ്തപ്പോൾ കേട്ടത് കൂട്ട നിലവിളി. ലൈഫ് ജാക്കറ്റ് പോലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും നിലവിൽ ബോട്ടിലുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ തക്കതായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവേണ്ടതുണ്ട്. കാരണം ഇത്തരം സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഇങ്ങനെ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നടക്കുമ്പോൾ അത് കൃത്യമായി ഇനിയും ഇത്തരം അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുന്നുമ്മൽ ജാബറിന്റെ ഭാര്യ ജൽസിയ, മകൻ ജരീർ, കുന്നുമ്മൽ സിറാജിന്റെ ഭാര്യ, മക്കളായ നൈറ, റുഷ്ദ, സഹറ, സൈതലവിയുടെ ഭാര്യ സീനത്ത്, മക്കളായ ഷംന, ഹസ്ന, സഫ്ന എന്നിവരാണ് മരിച്ചത്. 10 മാസം പ്രായമുള്ള സിറാജിന്റെ കുഞ്ഞും മരിച്ചു. പുതിയ വീടെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് ഇവരുടെ മടക്കം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹങ്ങൾക്ക് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാനായില്ല. പ്രാർത്ഥനകൾക്ക് ശേഷം അരയൻ കടപ്പുറം ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ ഇനി ഒരുമിച്ച് അന്ത്യവിശ്രമം. ആശ്വസിപ്പിക്കാൻ എത്തിയവർ പോലും വാക്കുകൾ കിട്ടാതെ വിങ്ങിപ്പൊട്ടുന്ന നൊമ്പര കാഴ്ചയാണ് ഇന്നിവിടെ കാണാനായത്. ഈ അപ്രതീക്ഷിത ദുരന്തത്തെ അതിജീവിക്കാൻ, അതിന്റെ മുറിവുണക്കാൻ ഇവർക്ക് കാലം കരുത്തു പകരട്ടെ. ക്യാമറമാൻ ഷാഫിയോടൊപ്പം പരപ്പനങ്ങാടിയിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18. അടിമുടി കെടുകാര്യസ്ഥതയും നിയമലംഘനവുമാണ് അപകടത്തിന് കാരണമെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകും. ബോട്ടിന് രൂപമാറ്റം വരുത്തിയാണ് വിനോദസഞ്ചാരത്തിന് ഉപയോഗിച്ചതെന്നും ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല എന്നും നാട്ടുകാർ തന്നെ പറയുന്നു. ദുരന്തത്തിന് തൊട്ടു മുൻപേ അനുമതിയില്ലാതെ സർവീസ് നടത്തിയത് ചോദ്യം ചെയ്ത നാട്ടുകാരെ ഇതേ ബോട്ടിൻ്റെ ജീവനക്കാർ തന്നെ കയ്യേറ്റം ചെയ്തതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു. തീരദേശത്ത് ഓടുന്ന ബോട്ടാണ്. ആകെ 10 ആളെ 20 ആളെ അനുമതിയുള്ളൂ. 45 ആളായിട്ടാണ് ഈ ബോട്ട് സഞ്ചരിക്കണേ. ഒരു പോസ്റ്റ് ഓഫീസറോ ഒരു പേപ്പറോ ഒന്നുമില്ല, ലൈസൻസോ കാര്യങ്ങളൊന്നുമില്ല. നിലവിലൊരു പേപ്പറും കാര്യം ക്ലിയർ ആയിട്ടില്ല. ഇതിലുള്ള ആൾക്കാരെ അത് ഇറങ്ങി വരുന്നതാ. 30-40 ആൾക്കാരെ യാത്രക്കാരെ കയറ്റാണ് പോണേ. ഒരു ഫെസിലിസ്റ്റും ഇല്ല, ആരും തടയാനുള്ള ഉദ്യോഗസ്ഥന്മാരില്ല, ഒന്നുമില്ല. ഇന്നലെ ദുരന്തമുണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പുള്ള ദൃശ്യങ്ങളാണിത്. അനുമതിയില്ലാതെ സർവീസ് നടത്തിയത് ചോദ്യം ചെയ്ത നാട്ടുകാരെ ബോട്ട് ജീവനക്കാർ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. അനുമതിയില്ലാതെ പോലീസ് നേരത്തെ ബോട്ട് സർവീസ് നിർത്തിവെപ്പിച്ചിരുന്നു. ദുരന്തത്തിന് പിന്നാലെ ബോട്ടിലെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തുവന്നു. പരമാവധി 25 പേർക്കിടമുള്ള ബോട്ടിൽ ഇന്നലെ ദുരന്തത്തിന് തൊട്ടു മുമ്പുള്ള യാത്രയിൽ കയറിയത് 40ഓളം പേർ. എത്ര പേർക്ക് ടിക്കറ്റ് നൽകിയെന്ന കൃത്യമായ കണക്ക് പോലുമില്ല. ആദ്യം പറഞ്ഞത് 30 പേരാണെന്ന് പറഞ്ഞത്, പിന്നെ കുറച്ച് പേര് പറഞ്ഞു 40 പേരുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് കറക്റ്റ് എണ്ണം നമ്പർ ഇപ്പോഴും ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ആശങ്ക ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മത്സ്യബന്ധന ബോട്ട് രൂപമാറ്റം വരുത്തി വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കുകയായിരുന്നു. പൂർണ്ണമായ നിയമലംഘനം. ഇതിലുണ്ടായിരുന്നൊരു തൊഴിലാളിനെ രക്ഷപ്പെടുത്താൻ പറ്റിയപ്പോൾ അവൻ പറഞ്ഞത് ഇതിൽ എല്ലാവരും കൂടി മുകളിൽ അങ്ങ് കയറിയിട്ട് ഡാൻസ് ഒക്കെ അങ്ങ് ചെയ്തിട്ട് വൺ സൈഡ് അങ്ങ് ചരിയായിരുന്നു. പിന്നെ ഇത് ടൂറിസ്റ്റ് ബോട്ടല്ല, യഥാർത്ഥത്തിൽ ഫിഷിംഗ് ബോട്ട് മോഡിഫിക്കേഷൻ ചെയ്ത ഒരു ബോട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇത് വൺ സൈഡ് ബോട്ടാണ്. കാരണം ഇത് ടൂറിസ്റ്റ് ബോട്ട് അല്ലാത്തതുകൊണ്ട് ഇത് ഫിഷിംഗ് ബോട്ട് മോഡിഫൈ ചെയ്തുകൊണ്ട് ഇതിന് അതിൻ്റെതായിട്ടുള്ള സജ്ജീകരണം കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 മണിവരെയേ സർവീസിന് അനുമതി ഉള്ളുവെങ്കിലും ബോട്ട് പുറപ്പെട്ടത് 6:30-ക്ക് ശേഷമാണ്. യാത്രക്കാർക്ക് ആവശ്യമായ ലൈഫ് ജാക്കറ്റുകൾ പോലും ബോട്ടിലുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 7 മണി 6:30 ടൈമിലാണ് ഈ ബോട്ട് യാത്ര ചെയ്യുന്നത്. 6 മണി വരെ അവർക്ക് അലോട്ടുള്ളൂ. ഇതൊരു സീസൺ ആയതുകൊണ്ട് അവരങ്ങ് പോയിന്ന് മാത്രം. പിന്നെ ഇത് രക്ഷപ്പെടുത്താൻ പറ്റില്ല, കാരണം ഇത് സേഫ് അല്ല. ഇതിൽ 1 പേരെ നമുക്ക് കിട്ടിയ 6 പേരിലും 6 പേര് നമുക്ക് കിട്ടുമ്പോൾ ഒരു സേഫ് ജാക്കറ്റ് പോലും അവർ കയ്യിലില്ല. അവരുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ രക്ഷപ്പെടുമായിരുന്നു. ബോട്ട് സർവീസ് നടത്തുന്നതിനിടയിൽ ബോട്ടിന് മുകളിൽ കയറി
യാത്രക്കാർ ഡാൻസ് ചെയ്തെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇതിനു മുമ്പും ഇതേ ബോട്ട് അപകടകരമായ രീതിയിൽ പൂരപ്പുഴയിലൂടെ സർവീസ് നടത്തുന്നതും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നതുമായ ദൃശ്യങ്ങളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അപകടം സംഭവിച്ച ആരുണ്ടാവില്ല കേട്ടോ. അത് എന്ത് ഫുള്ളിത് ഇതെന്താ കോഴിക്കൂട് ആടുകൂടോ? ഞാൻ പറയുമ്പോ കേൾക്കണില്ല. ഞാൻ പറ അടിവീതില്ല, പണിവാളെ ബോട്ടാണ്. പാണ്ടി വീതില്ല, ബോട്ടാണ്. ന്യൂസ് 18 മലപ്പുറം. താനൂരിലെ ബോട്ട് അപകടത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കലക്ടറും ജില്ലാ പോലീസ് മേധാവിയും ആലപ്പുഴ ചീഫ് പോർട്ട് സർവേയറും 10 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. മെയ് 19 തിരൂരിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യാൻ ആശങ്ക വേണ്ടെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ബോട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് ലൈഫ് ജാക്കറ്റുകൾ ഉൾപ്പെടെ ഉറപ്പാക്കിയിട്ടുണ്ട്. താനൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. കുട്ടികൾക്കായി പ്രത്യേക ജാക്കറ്റുകളും ഉണ്ട്. ആളുകളുടെ എണ്ണം സംബന്ധിച്ച് കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു. ഇനി കുറച്ചുനാൾ കേരളത്തിലെ ബോട്ടുകളുടെ ഫിറ്റ്നസ് പൊക്കി നോക്കുന്നതായിരിക്കും ഉദ്യോഗസ്ഥരുടെ പ്രധാന ജോലിയെന്ന് നടൻ ഹരീഷ് കണാരൻ. ചിലപ്പോൾ വാഹനങ്ങളുടെ അല്ലെങ്കിൽ ഹോട്ടലുകളുടെ രൂപത്തിൽ, ഇപ്പോൾ ബോട്ടുകളുടെ രൂപത്തിൽ. എല്ലാം താൽക്കാലികം മാത്രമാണെന്നും വെറും പ്രഹസനങ്ങളാണെന്നും ഹരീഷ് കണാരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. താനൂരിലെ ബോട്ട് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടാണ് ഹരീഷ് കണാരന്റെ പ്രതികരണം. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ വീണ്ടും കല്ലേറ്. കണ്ണൂർ വളപട്ടണത്ത് വെച്ച് വൈകിട്ട് 3:30യോടെയാണ് സംഭവം. കല്ലേറിൽ ബോഗിക്ക് ചെറിയ പോറലുണ്ടായി. പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും പരിശോധന നടത്തി. ഇത് 2ാം തവണയാണ് വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടാകുന്നത്. വയനാട്ടിൽ ഒരു ആദിവാസി യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തതായി പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ അജീഷ് എന്ന യുവാവിനെ തിരുനെല്ലി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ക്രൂരപീഡനത്തിനിരയായ പെൺകുട്ടിയുടെ ദേഹത്ത് നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു. അവശയായ യുവതി വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കെൽട്രോണിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. AI ക്യാമറ ഇടപാടിലാണ് പരിശോധന. ഉപകരാറുകളിലെ TDS സംഘം പരിശോധിച്ചു. IAS തലപ്പത്ത് മാറ്റം. വ്യവസായ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനെ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കി. AI ക്യാമറ ഇടപാട് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ് മുഹമ്മദ് ഹനീഷ്. അന്വേഷണം പൂർത്തിയാക്കും മുമ്പെയാണ് മാറ്റം. എന്നാൽ AI ക്യാമറ വിവാദം അന്വേഷിച്ചുള്ള റിപ്പോർട്ട് മുഹമ്മദ് ഹനീഷ് തന്നെ സമർപ്പിക്കും. 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മുഹമ്മദ് ഹനീഷ് അറിയിച്ചു. ചീഫ് സെക്രട്ടറി VP ജോയ്ക്ക് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ അധിക ചുമതല നൽകി. ജയതിലകനെ എക്സൈസ് നികുതി വകുപ്പുകളുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു. ആരോഗ്യ സെക്രട്ടറിയായിരുന്ന ടിങ്കു ബിശ്വാസ് IAS റവന്യൂ ദുരിത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി. ശമ്പളം പൂർണ്ണമായി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് KSRTCയിൽ BMS യൂണിയന്റെ പണിമുടക്ക് തുടരുന്നു. പണിമുടക്ക് ദീർഘദൂര സർവീസുകളെ ചെറിയ തോതിൽ ബാധിച്ചെങ്കിലും സാധാരണ സർവീസുകൾ കാര്യമായി മുടങ്ങിയിട്ടില്ല. സമരം ചെയ്യുന്നവർക്കെതിരെ മാനേജ്മെന്റ് ഡൈസ് നോൺ പ്രഖ്യാപിച്ചു. ഈ മാസം ഇതുവരെ വിതരണം ചെയ്തത് ശമ്പളത്തിന്റെ ആദ്യ ഗഡു മാത്രമാണ്. തമിഴ്നാട് മേഘമലയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായി അരിക്കൊമ്പൻ. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ റോഡിൽ തമ്പടിച്ച ആന പിന്നീട് കാട് കയറി. ജനസാന്ദ്രത കൂടിയ ചിന്നമല്ലൂർ പ്രദേശത്തേക്കാണ് ആന എത്തുന്നത്. ആശങ്കയും ഇവിടെ നിലനിൽക്കുന്നു. പെരിയാർ വനമേഖലയിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ നിലവിൽ തമിഴ്നാട് മേഘമല കടുവാ സങ്കേതത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിലാണ് ഉള്ളത്. ചിന്നക്കനാലിന് സമാനമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമുള്ള പ്രദേശമാണ് ഇവിടം. നിലവിൽ പെരിയാർ വനമേഖലയിലേക്ക് നീങ്ങിയ ആന വീണ്ടും തമിഴ്നാട്ടിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമെന്ന ആശങ്കയുണ്ട്. വിശാലമായ കൃഷിയിടങ്ങളും നിരവധി വീടുകളുമുള്ള ചിന്നമല്ലൂർ മേഖലയിലാണ് ഭീതി. ആനയെ തമിഴ്നാട് വനംവകുപ്പും നിരീക്ഷിച്ചു വരികയാണ്. ന്യൂസ് 18 ഇടുക്കി. കർണാടകത്തിൽ ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. വാശിയേറിയ പ്രചാരണത്തിനാണ് സംസ്ഥാനം സാക്ഷിയായത്. 224 അംഗ നിയമസഭയിലേക്ക് മറ്റന്നാളാണ് വോട്ടെടുപ്പ്.
1 മാസത്തിലധികം നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിന് ആവേശമൊട്ടും ചോരാതെ സമാപനം. അവസാനവട്ട വോട്ടുറപ്പിക്കൽ തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികളും അണികളും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ബംഗളൂരു നഗരത്തിൽ റോഡ് ഷോ നടത്തി. ഗോവിന്ദ്രാജ് നഗർ, വിജയനഗർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടിയായിരുന്നു പ്രിയങ്കയുടെ റോഡ് ഷോ. Very confident, very confident. I mean, I don't know on what basis you're saying that. If you tell me the basis, I can respond to it. We are very confident and we are very hopeful. Unfortunately, I am not a predictor of numbers. I can only say that the response that we have got from the public, and as you heard in this very meeting, they want an end to corruption. This government has made itself known only by the epithet 40% Sarkara. That is not something a government should be known for. സിറ്റിംഗ് സീറ്റായ ഷിഗ്ഗാവി മണ്ഡലത്തിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ തിരക്കിലായിരുന്നു മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ. തട്ടകമായി ശിക്കാരിപുരിയിൽ മത്സരിക്കുന്ന മകൻ BY വിജയേന്ദ്രയുടെ റോഡ് ഷോയിൽ മുൻ മുഖ്യമന്ത്രി BS യെഡിയൂരപ്പയും അണിചേർന്നു. We are going to win more than 130 seats and we are going to form the government without anybody's support. And next Lok Sabha election also we are going to win more than 25 seats. And Modi ji and Amit Shah is touring in the state like anything because of all their support and Bommai's government performance. And we are going to win more than 130 to 135 seats. PCC അധ്യക്ഷൻ DK ശിവകുമാർ സ്വന്തം മണ്ഡലമായ കനകപുരിയിലെത്തിയപ്പോൾ ഗുണ്ടൽപേട്ടിലെ സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടിയായിരുന്നു സിദ്ധരാമയ്യയുടെ പ്രചാരണം. അവസാന നിമിഷത്തെ തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന നേതാക്കളുമായി ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ BJPക്കായി പ്രചാരണം നയിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിനായി പ്രചാരണത്തിൽ സജീവമായിരുന്നു. വിവിധ വിഷയങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു 1 മാസത്തിലധികം നീണ്ടുനിന്ന പരസ്യ പ്രചാരണം. BJPയും കോൺഗ്രസും JDSും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. അല്ലെങ്കിൽ കർണാടക മുൻകാലങ്ങളിലേതുപോലെ വീണ്ടും റിസോർട്ട് രാഷ്ട്രീയത്തിന് വേദിയായേക്കും. വിധാൻ സൗദയ്ക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ER രാഗേഷ്, ന്യൂസ് 18. രാജസ്ഥാനിലെ സൂറത്ഗഡിൽ വ്യോമസേനയുടെ MiG-21 വിമാനം തകർന്നു വീണു. വീടിന് മുകളിലാണ് വിമാനം തകർന്നു വീണത്. വീട്ടിലുണ്ടായിരുന്ന 3 പേർ കൊല്ലപ്പെട്ടു. 2 സ്ത്രീകളും 1 പുരുഷനുമാണ് കൊല്ലപ്പെട്ടത്. പതിവ് പരിശീലനത്തിനിടെയാണ് വിമാനം തകർന്നു വീണത്. പൈലറ്റ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പ്രേംനസീർ മാധ്യമ പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ വിതരണം ചെയ്തു. മികച്ച വീഡിയോ എഡിറ്റർക്കുള്ള പുരസ്കാരം ന്യൂസ് 18 കേരളം സീനിയർ വീഡിയോ എഡിറ്റർ മനീഷ് മോഹൻ ഏറ്റുവാങ്ങി. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ളയാണ് പുരസ്കാരം സമ്മാനിച്ചത്. ജീവിത സഹായത്തിനായി കഴിയുന്ന 39 വയസ്സുള്ള യുവാവിന്റെ കഥ ഭംഗിയായി എഡിറ്റ് ചെയ്ത ന്യൂസ് 18 കേരള സീനിയർ വീഡിയോ എഡിറ്റർ മനീഷ് മോഹന് മികച്ച വീഡിയോ എഡിറ്റർക്കുള്ള പ്രേംനസീർ മാധ്യമ പുരസ്കാരം സമർപ്പിക്കും. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള രചിച്ച പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. നിരവധി കഥകൾ ചേർത്തിണക്കിയ സമാഹാരമാണ് എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം. ഇന്ത്യയുടെ സാംസ്കാരിക ബഹുസ്വരതയുടെ സമ്മേളനം PS ശ്രീധരൻ പിള്ളയുടെ പുസ്തകത്തിൽ കാണാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മനുഷ്യപക്ഷം ചേർന്ന് നിൽക്കുന്ന സുന്ദരമായ രചനകളാണ് പുസ്തകത്തിൽ ഉള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.